Hello everyone, welcome back and happy Valentine's Day. അപ്പോൾ വാലന്റൈൻസ് ഡേ ആയിട്ട് എല്ലാവർക്കും ഒത്തിരി ഫ്ലവേഴ്സും പ്രസൻസും ഒക്കെ കിട്ടി കാണുമായിരിക്കും. നമുക്കിന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മളൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയേക്കാണ്, ഒരു വാലന്റൈൻ ഡേ സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കിയേക്കാണ്. അപ്പോൾ ഒരു പരീക്ഷണമൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. അതായത് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ അകത്ത് ഒരു ഫ്രൂട്ട് കോക്ടെയിൽ മിക്സ് ചെയ്തേക്കാണ്. ഫ്രൂട്ട് കോക്ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഫ്രൂട്ട്സുകളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അത് പ്യൂരി ആക്കിയേക്കാണ്. ഫ്രൂട്ട്സ് പൈനാപ്പിൾ, ചെറീസ്, പീച്ച്, അങ്ങനെ കുറേ ഫ്രൂട്ട്സുകളെല്ലാം കൂടെ മിക്സ് ചെയ്തത് അത് പ്യൂരി ആക്കിയിട്ട് നമ്മൾ ക്രീമും ആ ഫ്രൂട്ട് കോക്ടെയിലിൻ്റെ പ്യൂരിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതാണ് നമ്മൾ മിഡിലിൽ വെച്ചെടുത്തിരിക്കുന്നത്, കേക്കിൻ്റെ മിഡിലിനകത്ത് വെച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു എന്താ പറയുക, ഈ ഫ്രൂട്ട് കോക്ടെയിൽ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു പുളിപ്പും പിന്നെ ചെറിയൊരു മധുരവും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റൈലിലായിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ കേക്ക്? എന്തായാലും നിങ്ങൾക്കൊന്ന് കാണണ്ടേ? ഞാൻ കേക്ക് എടുക്കട്ടെ. ഇതാണ് നമ്മുടെ കേക്ക്. അപ്പോൾ നമ്മുടെ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ഗണേഷിനകത്ത് അതായത് വൈറ്റ് ചോക്ലേറ്റ് ഗണേഷിനകത്ത് കളർ ചേർത്തിട്ട് ബ്ലൂ കളറിങ്ങിൻ്റെ മിഡിലിൽ നമ്മളൊരു ഹാർട്ട് വരച്ച് കൊടുത്തിട്ട് ഹാർട്ടിനകത്ത് റെഡ് കളറിലുള്ള ചോക്ലേറ്റ് ഗണാഷ്, അതായത് റെഡ് കളർ മിക്സ് ചെയ്തിട്ട് ചോക്ലേറ്റ് ഗണാഷിനകത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിരിക്കുന്ന കേക്കാണ്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് നമുക്ക് കട്ട് ചെയ്ത് ഒന്ന് കഴിച്ച് നോക്കാം അല്ലേ? നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന സമയമായിട്ടോ. കേക്ക് കട്ട് ചെയ്യണം. എന്തിന്റെ കേക്ക് നമ്മൾ കട്ട് ചെയ്യാൻ പോണേ? വാലന്റൈൻസ് ഡേ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. കിട്ടിയോ? ഫ്ലവർ കിട്ടിയോ? അയ്യോ കഷ്ടമായി. ഫ്ലവർ കിട്ടിയോ? എന്നിട്ട് അതിൽ പെബിളെ തന്നോടാ? തന്നില്ല ആരും. കഷ്ടമായിപ്പോലോടാ ആദ്യം കൂട്ടാ. നിനക്ക് കിട്ടിയോ? കൊച്ചിന് കിട്ടിയോ? എവിടെ കിട്ടി? ഓക്കെ. കട്ടി ആർക്കും ഫ്ലവറും പ്രസന്റും കിട്ടാത്തതുകൊണ്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്ത് പിടിച്ചോ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ പാടാ അല്ലേ? ഹാപ്പി വാലന്റൈൻ. ഓക്കെ. അയ്യോ കല്ലു അതിനൊക്കെ എടുത്ത് നോക്ക്. റെഡ് വെൽവെറ്റ് കേക്ക്. നൈസാണോ? ഇങ്ങനെ ടേസ്റ്റ് കല്ലു? നൈസാണോ? എന്ത് കേക്കാന്ന് പറയ്. Valentine's cake. Valentine's cake ആണ്. എന്തിന്റെ ടേസ്റ്റ്? Red velvet. റെഡ് വെൽവെറ്റിനകത്ത് എന്താ ടേസ്റ്റ് വന്നത്? ഓക്കെ, നമ്മുടെ ഒരു പരീക്ഷണം എന്തായാലും പറഞ്ഞല്ലോ, നമ്മൾ ഫ്രൂട്ട് കോക്ടെയിലൊക്കെ അരച്ച് വെച്ച് തരുന്ന പിള്ളേർക്ക് നല്ല ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയണേ. ഗുഡ് ആണ്. അവർ എല്ലാവരും കേക്ക് കഴിക്കുന്ന തിരക്കിലാട്ടോ. അപ്പോൾ ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ ഓടിപ്പോയി കണ്ടിട്ട് വരാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് 250 ml കപ്പിനകത്ത് നമ്മൾ ഫ്ലോർ എടുത്തതിന് ശേഷം 2 സ്പൂൺ മാറ്റുക. എന്നിട്ട് 1 സ്പൂൺ മിൽക്ക് പൗഡറും 1 സ്പൂൺ ചോക്ലേറ്റ് പൗഡറും കൂടെ ആഡ് ചെയ്ത് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 1/2 കപ്പ് പൊടിച്ച ഷുഗർ, വാനില എസൻസ്, 4 മുട്ട, പിന്നെ റെഡ് കളർ ജെല്ലും വേണം. ഇനി നമുക്ക് ആ ഫ്ലോർ നന്നായിട്ട് അരിച്ചെടുക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രം എടുത്ത് 4 മുട്ടയും നമുക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് അതിനകത്തേക്ക് കുറച്ച് 1 നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മുട്ട നമുക്ക് ഹൈ സ്പീഡിലിട്ട് തന്നെ നല്ലോണം ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. അതിനിടയ്ക്ക് നമുക്ക് പൊടിച്ച ഷുഗർ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ പൊടി എല്ലാ ഭാഗത്തേക്കും കൂടെ തെറിച്ചു പോകും. എന്നിട്ട് നമ്മൾ ഹൈ സ്പീഡിലിട്ട് തന്നെ വീണ്ടും നല്ലോണം അടിച്ച് പതപ്പിച്ച് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. ഇപ്പോൾ നല്ലോണം ഒരു പതഞ്ഞ് നല്ല ക്രീമി കൺസിസ്റ്റൻസി ആവാറായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾക്ക് ഓയിൽ ഒഴിക്കേണ്ടത് ഒരു 60 ml, 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കറക്റ്റാക്കി എടുക്കുക. നമ്മുടെ ഓവൻ ഇവിടെ 10 മിനിറ്റ്സ് നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ വെറ്റ് ഇൻഗ്രീഡിയൻസിനകത്തോട്ട് 1 ടീസ്പൂൺ നമ്മൾ റെഡ് കളർ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് റെഡ് വെൽവെറ്റ് കേക്കിന് വേണ്ടിയിട്ട്. കൂടുതൽ റെഡ് കളർ ജെല്ല് ആഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കളർ കിട്ടും. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഫ്ലോർ കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ തന്നെ കറക്കി ആ ഫ്ലഫ്നെസ് ഒന്നും പോകാതെ തന്നെ ബാറ്റർ നമ്മൾ റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് വിനെഗറാണ് കേട്ടോ. 1/2 ടീസ്പൂൺ വിനെഗറും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് ആ ബാറ്റർ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഇനി
നമുക്ക് ആ കേക്ക് ടിന്നകത്തോട്ട് നേരത്തെ പാർച്ച്മെൻറ്റ് പേപ്പറൊക്കെ വെച്ചേക്കുന്നതിനകത്ത് ഒഴിച്ചു കൊടുത്ത് നമുക്കിതുപോലെ ടാപ്പ് ചെയ്ത് അതിനകത്തെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷം നമ്മുടെ ഓവനകത്തോട്ട് 160 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് ഞാൻ 35 മിനിറ്റ്സാണ് വെക്കുന്നത്. ചില ഓവനകത്ത് വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ഇത് 45 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് റെഡിയാവും. ഇത് 45 മിനിറ്റ്സ് എടുത്തുട്ടോ ഇത് റെഡിയാവാനായിട്ട്. നമ്മുടെ കേക്ക് അങ്ങനെ നല്ല തണുത്തതിന് ശേഷമാണ് നമ്മുടെ പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിരുന്നതൊക്കെ ഞാനിങ്ങനെ പയ്യെ എടുത്ത് കളയുവാണ്. അറിയാതിരിക്കാൻ വയ്യ, കേക്ക് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നല്ല തണുത്തതിന് ശേഷം നമ്മുടെ എല്ലാ സൈഡിൽ നിന്നും ആ പേപ്പറുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇത് നമ്മുടെ കേക്കിന് നല്ല വലുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. അധികം ക്രംസ് ഒന്നും കളയാനില്ല, എന്നാലും കുറച്ച് ക്രംസ് ഒക്കെ ഉള്ളത് ഞാനത് ടൂത്ത്ഡായിട്ടുള്ളൊരു നൈഫ് വെച്ചിട്ട് കളഞ്ഞു. ഇനി ഇതിനെ 3 ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കേക്ക് 3 പീസായിട്ട് കട്ട് ചെയ്ത് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് കേട്ടോ. നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്, നല്ല സോഫ്റ്റ്നെസ് ഉള്ള കേക്കാണേ. ഇനി കേക്കിനകത്ത് ഫില്ലിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രൂട്ട് കോക്ടെയിലാണേ. ഫ്രൂട്ട് കോക്ടെയിൽ നമ്മൾ ജാറിനകത്തിട്ട് നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കൊരു പാനിനകത്തോട്ട് മാറ്റാം. ഇനി മധുരത്തിനായിട്ട് നമുക്കൊരു 3 to 4 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ആ ഫ്രൂട്ട് പ്യൂരി നമുക്ക് നല്ലൊരു തിക്കാക്കി എടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതും ഇതുപോലെ 3 to 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ 2 കാര്യങ്ങളും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഷുഗർ സിറപ്പും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ഫ്രൂട്ട് പ്യൂരിയും നല്ല തിക്കായി കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒരു 500 ml ബോട്ടിലായിരുന്നു, അതിനകത്ത് നിന്ന് ഒരു 3/4 ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആ ക്രീം ഒന്നൊരുവിധം ഒരു തിക്കായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഐസിങ് ഷുഗർ ഒരു 1/4 കപ്പാണ് ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് ചേർക്കാം. ഇതുപോലെ തിക്ക് കൺസിസ്റ്റൻസിയിലായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓരോ ലെയറായിട്ട് കേക്കിനെ ഒന്ന് വെറ്റാക്കി കൊടുക്കാം. ഫസ്റ്റ് ലെയർ ഒന്ന് വെറ്റാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ക്രീമാണ് നമ്മൾ മിഡിൽ പോർഷനിൽ വെച്ചെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഫ്രൂട്ട് കോക്ടെയിലിൻ്റെ പ്യൂരി. അതായത് പല തരത്തിലുള്ള ഫ്രൂട്ട്സാണ് അതിനകത്ത് മിക്സ് ആയിരിക്കുന്നത്. പൈനാപ്പിൾ, ചെറീസ്, പീച്ച്, മാംഗോ, അങ്ങനെ ഒത്തിരി ഫ്രൂട്ട്സ് എല്ലാം കൂടെ ചേർന്നത്. അപ്പോൾ ചെറിയൊരു പുളിപ്പും ചെറിയൊരു മധുരവും കൂടി ചേർത്താണ് നമുക്കിനി ആ പ്യൂരി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം അടുത്ത ലെയർ നന്നായിട്ടൊന്ന് വെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് അതും അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അടുത്ത ഫ്രൂട്ട് പ്യൂരി വീണ്ടും വെച്ചെടുക്കുന്നു. എന്നിട്ട് ക്രീമും കൂടെ വെച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അങ്ങനെ ഓരോ ലെയറും ചെയ്യുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വെറ്റാക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മുടെ ആ ഓരോ ലെയറും വെക്കാനായിട്ട്. ഇപ്പോൾ ഒരുവിധം നമ്മൾ ആ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് ലെയറും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് ലെയറിൻ്റെ മുകളിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് വെറ്റാക്കി കൊടുക്കണം കേട്ടോ. അധികം ക്രംസൊന്നും നമുക്ക് കളയാനുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ചിലപ്പോൾ ചിലർ കേക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലത്തെ ആ പോർഷൻ ചിലപ്പോൾ എടുക്കാറില്ല. നമ്മൾക്കിപ്പോൾ വീട്ടിൽ തന്നെ എടുക്കുന്നതായതുകൊണ്ട് അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം എല്ലാം കൂടെ വെച്ചിട്ട് എല്ലാ സൈഡിൽ നിന്ന് ഒന്ന് നല്ലോണം ഒന്ന് ഷേപ്പാക്കി എടുക്കണം. ഇനി ഇതുപോലൊരു കാർഡോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഡ്ജസൊക്കെ ഒന്ന് കറങ്ങി കറക്റ്റായിട്ട് ഒന്ന് എഡ്ജസൊക്കെ കിട്ടും. ഇപ്പോൾ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ലോണം എഡ്ജസൊക്കെ ഒന്ന് കറക്കി നമ്മൾ അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് ഷാർപ്പനാക്കി ഒന്ന് ഷേപ്പാക്കി നല്ലോണം എടുത്തിട്ടുണ്ട് കേക്ക്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മിഡിൽ പോർഷനിൽ നമ്മൾ ഒരു സ്ക്യൂർ വെച്ചിട്ട് നമ്മൾ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഒരു സൈന് വരച്ചു കൊടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഒരു സ്ക്യൂർ വെച്ചിട്ടാണ് പയ്യെ ഒരു ഹാർട്ടിൻ്റെ സൈൻ അങ്ങ് വരച്ചു കൊടുക്കുകയാണ് അതിൻ്റെ മിഡിൽ പോർഷനിലായിട്ട്. ഏകദേശം ആയിട്ടുണ്ട്, ഒരു ഹാർട്ടിൻ്റെ സൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഫ്രിഡ്ജിനകത്ത് നല്ലോണം തണുപ്പിക്കാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് ഗണേശ് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് എടുത്തതിന് ശേഷം അതിനകത്ത് 70 ml വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഡബിൾ ബോയിലിംഗ് രീതിയിൽ ഇതുപോലെ നമ്മൾ ചോക്ലേറ്റ് ഗണേശ് റെഡിയാക്കി എടുക്കുകയാണ്. അതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് 2 സ്പൂൺസ് നമുക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്താൽ കുറച്ചും കൂടെ ഒരു ഗ്ലേസിങ് കിട്ടും. ഇനി നമ്മൾ റെഡ് കളർ ജെല്ല് നമ്മുടെ പൈപ്പിംഗ് ബാഗിനകത്തേക്ക് എല്ലാ സൈഡിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുകയാണ്. റൗണ്ട് ടൈപ്പിലുള്ളൊരു നോസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ഹാർട്ട് ഷേപ്പ് നമ്മൾ ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഇതുപോലെ ചെറിയ ചെറിയ മുട്ടുകൾ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ റെഡ് കളർ ജെല്ല് നമ്മുടെ പൈപ്പിംഗ് ബാഗിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നതിൻ്റെ റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഭംഗിയിലാണ് ആ റെഡ് വന്നിരിക്കുന്ന ഹാർട്ട് ഷേപ്പ്. ഇനി നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ആ റെഡ് കളർ ജെല്ല് തന്നെ ആഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗണാശ് ആഡ് ചെയ്ത് കൊടുത്ത് പൈപ്പിംഗ് ബാഗിനകത്ത് ആക്കിയിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മിഡിൽ പോർഷനകത്ത് ഹാർട്ട് ഷേപ്പിൻ്റെ മിഡിൽ പോർഷനകത്ത് നമ്മൾ ആ റെഡ് കളർ ജെല്ല് മിക്സ് ചെയ്തേക്കുന്ന ചോക്ലേറ്റ് ഗണാശ് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി അതുപോലെ തന്നെ ആ മുട്ടുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിൽ നമ്മൾ ചെറുതായിട്ട് ഒന്ന് ആ റെഡ് കളർ ജെല്ല് തന്നെ ചേർക്കുന്നു. അയ്യോ, ഇതൊന്ന് ക്യാമറ ഓഫായി പോയതാണ്. ഞാനിതിനകത്ത് വൈറ്റ് ഗണാശിനകത്ത് തന്നെ ബ്ലൂ കളർ ജെല്ല് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ അതിൻ്റെ ബാക്കി എല്ലാ സ്ഥലങ്ങളും ഫില്ല് ചെയ്തിരിക്കുന്നത്.
ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാം. ഞാൻ ആ റെഡ് കളർ ജെല്ല് തന്നെ ഞാൻ അതിൻ്റെ എൻഡിങ്ങിലൊക്കെ ഒന്ന് ചെറുതായിട്ട് കൊടുത്തു, ഡ്രോപ്സ് ആയിട്ട്. പിന്നെ നമുക്ക് ഏതെങ്കിലുമൊക്കെ നോസിൽ വെച്ചിട്ട് നമുക്കതിൻ്റെ ചുറ്റിനും റൗണ്ടിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈന് ചെറുതായിട്ട് വരച്ചു കൊടുക്കുക. ഇനി യൂസ് ചെയ്തേക്കുന്നത് ഐസിങ് ട്യൂബാണ്. അതിനകത്ത് ഗോൾഡൻ കളറുള്ള ഐസിങ് ട്യൂബ് വെച്ചിട്ട് ഞാൻ ഹാപ്പി വാലൻറ്റൈൻസ് ഡേ എന്ന് ഒന്ന് എഴുതി കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ കേക്ക് ഏകദേശം അങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഇതുപോലെ നമുക്ക് ചോക്ലേറ്റ് കാർണേഷൻ പല ഡിഫറെൻറ്റ് കളറുകൾ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ വാലൻറ്റൈൻസ് ഡേ കേക്കും റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചേരം ഒന്ന് ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ.